ദീപ്തി കൊച്ചേ. When your lips undress me, hooked on your tongue. Oh, love your kisses deadly, don't stop. I love it when you call, señorita. ഞാൻ അടുക്കളയിലുണ്ട മോളെ, നീ ഇങ്ങോട്ട് പോരെ. അല്ല ഇന്നെന്താ സ്പെഷ്യൽ? ഇന്നിവിടെ കഴിക്കാൻ ദോശയും സാമ്പാറാ. അല്ല ആന്റിയുടെ രണ്ട് പറട്ടകൾ എവിടെ? അവന്മാരെ കാര്യമൊന്നും പറയാതിരിക്കണത് ഭേദം. റൂമിലുണ്ട്, ഇതുവരെ എണീറ്റിട്ടില്ല. നീ ഒന്ന് പോയി നോക്ക്. അല്ല നിനക്ക് ഞാൻ ഫുഡ് എടുത്ത് വെക്കട്ടെ? പിന്നെന്താ, എടുത്തോളൂ. ഞാൻ പോയി അമ്മമാരെ നോക്കിയിട്ട് വരാം ആന്റി. ഇതെന്താടി, സാധാരണ ഈ ആന്റികളെയൊന്നും പതിവുള്ളതല്ലല്ലോ. ഞാൻ വിചാരിച്ച് കുറച്ച് ബഹുമാനം കൊടുക്കാന്ന്. എന്നിട്ട് എത്ര കാലം ഉണ്ടാവും ഇത്? അതൊന്നും എനിക്ക് പറയാൻ പറ്റൂല. എനിക്ക് തോന്നുമ്പോ ദീപ്തി കൊച്ചേന്ന് വിളിക്കും, അല്ലെങ്കിൽ ആന്റിന്ന് വിളിക്കും. അന്ന് എന്റെ വായാടി ചെല്ല്, പോയി അമ്മമാരെ വിളിക്കേ. ശരി, ഞാൻ പോയിട്ട് വരുമ്പോ ഫുഡ് എടുത്ത് വെച്ചേക്കണേ. നല്ല വിശപ്പ്. ഇവളുടെ കാര്യം പറഞ്ഞ ചെല്ല്, അമ്മമാരെ പോയി വിളിച്ചിട്ട് വാ. എടാ എന്റെ ദൈവം, ഈ പൊട്ടന്മാർ ഇതുവരെയായിട്ട് എണീറ്റില്ലേ? നിക്ക്, ഇപ്പൊ ശരിയാക്കി തരാം. അയ്യേ, ഇതിപ്പോ എവിടുന്ന വെള്ളം? എടി കുരുപ്പ, നീയാണോ അമ്മേത്തേക്ക് വെള്ളം കോരി വെച്ചേ? പിന്നെ അല്ലാണ്ട് ഇന്നലെ രാത്രി വിളിച്ചിട്ട് നേരത്തെ വരണോന്ന് പറഞ്ഞിട്ട് അവന്മാർ ഇവിടെ കിടന്ന് ഉറങ്ങുക. ഇതേ നോക്കിയേ, ഇവിടെ ഒരുത്തൻ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുക. വെള്ളം ഒഴിച്ചിട്ട് പോലും അറിഞ്ഞിട്ടില്ല. മര്യാദക്കാരനെ വിളിച്ചെണീപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ അവന്റെ ചവിട്ടി താഴെ ഇടും. എന്റെ പൊന്നെ വേണ്ട, ഞാൻ വിളിച്ചെണീപ്പിച്ചോളാം. എന്റെ വാടേ രാവിലെ തന്നെ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. അല്ലല്ല, അവള് നിനക്ക് എൻസിലേക്ക് എടുത്തത്. നീ ഇതാരാ പറയണേ? അങ്ങോട്ട് നോക്കിക്കേ, ആരാ നിക്കണേന്ന്? എന്റെ അമ്മ, നിനക്കെന്താടി വയ്യേ? മറ്റവക്ക് ഉണ്ടക്കണേ. നീ പോളോട്ടക്കണ ഒന്ന് പോള. പൊട്ടിപ്പാറും പൂരമല്ലേ, പകയേറും അംഗമല്ലേ, പടവെട്ടിപ്പാറ വയ്ക്കാൻ പണികൾ 18 രാഗിനിയെ I hate you, തരികിട പെണ്ണെ hate you. വച്ച നിന്നുണകൾ കേൾക്കുന്നാൾ അന്ന് തൊട്ടു ഞാൻ hate you. ഓ, ഒന്ന് നിർത്തോ രണ്ടും. കുറെ നേരം ഇത് തുടങ്ങിയിട്ട്. ഡേ, നീ കൂടുതൽ ചിരിക്കാൻ നിൽക്കണ്ട. എനിക്കിപ്പോ നല്ല ഡൗട്ട് ആണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ അതോ എനിമീസ് ആണോ? 24 മണിക്കൂർ മതിയോ രണ്ടും? ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാ, പക്ഷെ ഞങ്ങളുടെ ലവ് ലാംഗ്വേജ് തലഞ്ഞു പിടിക്കാന്ന് പറഞ്ഞാണ്. പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കടി. അല്ല, നിനക്ക് ഇന്ന് കോളേജിൽ പോണോന്നില്ലേ? പിന്നെ പോണം. എന്നാ നിങ്ങൾ റെഡി ആയിട്ടോ, ഞാൻ താഴേക്ക് പോവാ. എന്റെ പൊന്നെ, ഒന്ന് പതിയെ കുത്തി കയറ്റടി, ആരും എടുത്തോണ്ട് പോകൂല. നീ പോയണതൊക്കെ അവള് കഴിക്കട്ടെ. നിനക്ക് വേണമെങ്കിൽ വന്ന് എടുത്തു വെച്ചിരുന്ന് തിന്നാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ അതും കൂടി അവൾക്ക് എടുത്തു കൊടുക്കും. എന്റെ പൊന്നെ വേണ്ട, ഇന്ന് തന്നേക്ക്, നല്ല വിശപ്പുണ്ട്. നീ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. നീ ഇവിടെയാണോ ചേർന്നെ? പിന്നെ എന്തൊക്കെയുണ്ടടാ?
അല്ലേടി ഇതാ പോണ പെങ്കൊച്ച് ചെയ്ത കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എന്റെ പൊന്നു മോനെ, നീ ആ വശത്തേക്ക് നോക്കിയേക്കല്ലേ. അതെന്താടി നോക്കിയാല് കാണാൻ ഭയങ്കര ഭംഗി. എന്താ ഒരു സ്ട്രക്ചർ. എന്റെ പൊന്നു മോനെ, നിനക്ക് അടി കൊള്ളാൻ എത്രയൊക്കെ ആഗ്രഹമാണ്. അതെന്താടി അങ്ങനൊരു ഡോക്ക്. അവളുടെ പേരാണ് ആർണ. നീ ഇപ്പൊ പറഞ്ഞ പോലുള്ള ചോദ്യങ്ങളായിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നാലുണ്ടല്ലോ, അവള് നിന്റെ മോന്റെ അടിച്ച് പൊളിക്കും. പോരാതെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പോലെ അവന്മാരെന്നും കിട്ടും. ഒരു 7 പേരുടെ ഗ്രൂപ്പിലെ ഒരേ ഒരു പെണ്ണാണ് അവൾ. അവന്മാർ ബാക്കി എല്ലാവരും കൂടിയിട്ട് നിന്നെ പെരുമാറിയാലുണ്ടല്ലോ, നിന്റെ കാര്യത്തിൽ ഏതാണ് തീരുമാനം. ഒരു ഫ്രണ്ട് എന്ന നിലക്ക് പറയാൻ നീ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകാതിരിക്കണതാണ് നല്ലത്. നീ ഒന്ന് പോയിടി. അവന്മാരുന്ന് എന്നെ ഒരു ചിക്കും ചെയ്യില്ല. ഇതിനപ്പുറം കളിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നെ. പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ബാക്കി നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അവസാനം എന്നോടൊന്നും പറഞ്ഞു വന്നേക്കരുത്. ഒന്ന് പോയിടി, എനിക്കൊരുത്തനെയും പേടിയില്ല. ഇവൻ നന്നാവില്ല. ഹായ് ക്യൂട്ടി, എൻ്റെ പേര് ആരോ. ക്യൂട്ടി എങ്ങനെയാ ഈ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യണേ? അത് ഞാൻ പറഞ്ഞു തന്നാ മതിയോടോ. അതിന് നീ ഏതാടാ? ഡാ പന്ന പൂ മോനെ, കൂടുതലൊന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേ. ഒന്ന് പോടാ. ഞാൻ നിന്നോടൊന്നുമല്ലല്ലോ വർത്താനം പറഞ്ഞ, എൻ്റെ ക്യൂട്ടിയോടല്ലേ. ഡാ പോട്ടടാ നായേ. ഇതൊരെണ്ണം തന്നില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. മതിയടി, ഇനി തല്ലി അവൻ ചത്തുപോവും. ഇവിടെയൊക്കെ തന്നെ ഉള്ള ആളല്ലേ, നമുക്ക് വീണ്ടും കാണാം. എനിക്ക് പോടാ. കിട്ടിയോ? ഇല്ല, ചോദിച്ചു മേടിച്ചു എന്ന ഡയലോഗ് എനിക്കിപ്പോൾ നിന്നെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലേ ആവശ്യത്തേക്ക് പോകണ്ടാന്ന്. അപ്പോൾ കേൾക്കാതെ ഭയങ്കര ഡയലോഗ് അടിച്ച് പോയതാ. എന്നിട്ട് കിട്ടിയില്ലേ? നിനക്കെന്തായാലും ഭാഗ്യമുണ്ട്. അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ വേറെ ആരും എത്താതിരുന്നേ. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കൂടി മേടിക്കായിരുന്നു. ശവത്തി കുത്തല്ലേടി. I'm a motherfucker gentleman. I'm a motherfucker gentleman. Put your hand on my No stars, yeah. Oh, she got it from the waist down. Rosa, qué linda eres. Rosa, qué linda eres. Rosa, qué linda eres. Rosa, qué linda eres. എടാ നിങ്ങൾ ഇതുവരെ കേറിയില്ലേ? ഇല്ലടാ, നിങ്ങളോട് വന്നിട്ട് ഒരുമിച്ച് കേറാന്ന് കരുതി. നീ എന്താ മിണ്ടാതിരിക്കുന്നെ? എന്താടാ കാര്യം? എന്റെ പൊന്നറിഞ്ഞവേ, ഒന്ന് വിടടാ കാര്യം. നീ ഇതെന്താ പറയണേ? ഒന്ന് തെളിച്ചു പറയാ, എന്താ കാര്യം? അതൊന്നുമില്ലടാ, നിങ്ങൾ വരുന്നതിന് മുന്നേ ചെറിയൊരു സീൻ ഉണ്ടായി. എന്ത് തേങ്ങയാടാ നീ പറയുന്നത്? ഒന്ന് മര്യാദക്ക് പറ. എന്നിട്ട് നീയൊക്കെ അവനെ വെറുതെ വിട്ടോ? നീ ഇങ്ങ് വന്നു, എനിക്കൊന്ന് അവനെ കാണണം. ആ ബെസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? എടാ ചേട്ടനണ്ടി, എന്നെ ക്ലാസ്സിലാക്കിയിട്ട് നീ എവിടെ വേണേ പൊക്കോ. ആ കാര്യം ഞാൻ അങ്ങോട്ട് വിട്ടുപോയി. ആ എനിക്കറിയാം, നീ എവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ മറക്കുമെന്ന്. അത് കാരണം ഞാൻ ഇങ്ങോട്ട് പോന്നേ. ആരവി, ആ വായൊന്നടച്ച് വെക്കണ്ട, വല്ല ഈച്ചയും കയറിപ്പോ. പോയിടി. എന്തുവാടി അവിടെ ഒരു രഹസ്യം പറിച്ചില്? അതൊന്നുമില്ലടാ, നിങ്ങള് വെറുതെ. എന്നാ നിങ്ങൾ ചെയ്യില്ല, ഞാൻ അവളെ കൊണ്ടാക്കിയിട്ട് വന്നേക്കാം. ശരി. എടാ ബുക്കിംഗ് തന്നെ കളിക്കല്ല, എനിക്ക് കുറച്ചും കൂടി വായിച്ചു തീർക്കാനുണ്ട്. ഓ, നീ ഇപ്പൊ അങ്ങനെ വായിക്കണ്ട.
എനിക്ക് കുറച്ചും കൂടി വായിച്ചു തീർക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാണേ. എന്താന്ന് പറഞ്ഞിട്ട് ചിരിയൊക്കെ എന്ത്? ഒന്ന് പോയടാ, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ദൈവമേ, ഇന്ന് എന്താ കോളേജിൽ വെച്ച് നടന്നേ? വൈദവേ, അതെന്റെ ഫസ്റ്റ് കിസ്സായിരുന്നു. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഏയ് ഇല്ലടാ, ഉറക്കം വരുന്നില്ല. ശരി, നീ കിടന്നോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. Like a dirty rhythm you play. I wanna hear you calling my name like hey mama. ഗൈസ്, നിങ്ങൾ ഇത് ഫ്രീ ആണോ? നമുക്ക് മറ്റേ അമ്പലത്തിൽ പോയാലോ? വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്നത്. എനിക്ക് പോകണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ ഒറ്റക്ക് പോകാനൊരു മടി. നിങ്ങളും കൂടി ഉണ്ടായിരുന്നേ രസമായിരുന്നു. ഞാൻ വരുവാടാ പ്ലീസ്. അയ്യോടാ, നിനക്ക് നേരത്തെ പറയായിരുന്നില്ലേ? എനിക്കും വരുന്നു അർജുനും എന്തായാലും ഒരെണ്ണം വരെ പോയേ പറ്റൂ. അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. ആടി, അതേപോലെ എനിക്കും ഒരാളെ കാണാനുണ്ട്. എനിക്കും പോയേ പറ്റൂ. ആണോ? നിങ്ങൾ ആരുമില്ലേ? അന്ന് ഞാനും പോണില്ല. അയ്യവിടെ, നീ എന്തിനാ അങ്ങനെ സങ്കടപ്പെടുന്നേ? അറിഞ്ഞോ ഫ്രീയാ, അവനെ കൂട്ടി പൊക്കോ. എന്താ പറഞ്ഞാ, നീ പോവില്ല അവളുടെ കൂടെ? ആണ്, നീ ഫ്രീ ആണോ? എൻ്റെ കൂടെ ഒന്ന് വരുവാടാ പ്ലീസ്. അല്ലടി, അത് പിന്നെ എടാ, ഒന്നും സമ്മതിക്കടാ പ്ലീസ്. എൻ്റെ ഒരു ആഗ്രഹമല്ലേ. ഇത്ര പാവമായിട്ടുള്ള കൊച്ചുങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ നോ പറയാൻ തോന്നുന്നു? ശരി. നീ എൻ്റെ മുത്താണ്. എന്തോ? എങ്ങനെ? അപ്പൊ നീ വരാൻ സമ്മതിച്ചല്ലോ. നീ ഇന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് വാ. നമുക്ക് അവിടെ നിന്ന് ഒരുമിച്ച് പോവാം. ഓക്കെ? ശരി ശരി, ഞാൻ വന്നേക്കാം. ഈ പള്ളിക്ക് ഈ വാതിലൊക്കെ തുറന്നു വരുത്തിയിട്ടിട്ട് എവിടെ പോയിക്കോ? അയ്യോ സോറി. എന്തുവാടി നീ കാണിച്ച? ആകെ നാണം കെട്ടില്ലേ? അയ്യേ, നാണം ചെയ്തു. അറിഞ്ഞ നിനക്ക് എന്തിന്റെ കേടായിരുന്നു അവളുടെ റൂമിലേക്ക് ചെല്ലാൻ? നീ വന്നോ? എന്നാ നമുക്ക് പോയാലോ? ശരി, പോവാം. ദൈവമേ, ഇവനെ എനിക്ക് തന്നെ തന്നേക്കണേ. അതെ, ഇവിടെ ഇവിടെ ഏത് ലോകത്താ മോള്? പ്രാർത്ഥിക്കാൻ വന്നിട്ട് അവളെ എല്ലായിടത്തും നോക്കി നിൽക്കുക. ഒന്നുമില്ല, വാ നമുക്ക് പോവാം. ശരി, എന്നാ നടക്ക്. ഇന്ന് വന്നേ നീ. ആരവേ കൈ നീട്ടെ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നെ വിടാനാ പറഞ്ഞത്. ഞാനിപ്പോ അങ്ങനെ വിടുന്നില്ല. പൊന്നു പെണ്ണെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ ഇച്ചിരി ബിസി ആയി പോയോണ്ടല്ലേ. സോറിടാ, ഈ പ്രാവശ്യം കൂടി ഒന്ന് ക്ഷമിക്കേ. ഇനി ഞാനിങ്ങനെ ചെയ്യില്ല. ക്ഷമിക്കണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ സമയം എടുത്ത് ക്ഷമിച്ചാൽ മതി. പക്ഷെ എന്റെ കൊച്ചി ഇപ്പൊ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തിന്? ഞാൻ പോന്നു. അതെ. എന്റെ ദൈവമേ, ഇവരെന്താ ഇവിടെ? അതെ, ഇവിടെ ഇവിടെ. ഞങ്ങളെന്താ ഇവിടെ ആലോചിക്കുകയല്ലേ? അല്ല. അതൊക്കെ പോട്ടെ, എന്തായിരുന്നു ഇവിടെ? എന്ത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? പക്ഷെ ഞങ്ങള് വേറെ വലുതും ആണല്ലോ കൊണ്ട് പിടിച്ച് കൈയോട് പിടിച്ച്. ഇനി എന്ത് പറയൂടാ അവരോട്? ഇങ്ങനെ തപ്പി കളിക്കാതെ ഇതൊക്കെ എപ്പോ എങ്ങനെ എവിടെ വെച്ച് നടന്നു എന്നുള്ള ഫുൾ സ്റ്റോറി എന്നോട് പറ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ അവന്മാരോടും കൂടി പറയും.
ആ നിങ്ങളെല്ലാരും ഇവിടെ നിൽക്കുമായിരുന്നു. ഞാൻ എവിടെയൊക്കെ തപ്പിന്നറിയോ? അല്ല ഇവളെന്താ ഇവിടെ? അതില്ലേടാ. ആരവ നീ റെഡി ആയിക്കോ, ഇപ്പൊ അവൻ്റെ കിട്ടും. അത് പിന്നീടാ ഞാനും പറഞ്ഞു ഒരാളെ തപ്പി ഇറങ്ങിയതാ. അപ്പോൾ ഞങ്ങൾ ഈ വഴി പാസ് ചെയ്തപ്പോൾ അവള് ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാ. ഓ രക്ഷപ്പെട്ട്. ശരി, ഞാനെന്നാ പോവാ. എനിക്കൊരാളെ കാണാനുണ്ട്. അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് വന്നേക്കാം. നിങ്ങളൊന്ന് ക്ലാസ്സിലേക്ക് പോയിക്കോ. ആ പെണ്ണെ നീയും. ആ ചേട്ടാ ഞാൻ പൊക്കോളാം. ഇപ്പം എന്തായാലും നീ രക്ഷപ്പെട്ടു. എന്തായാലും നീ പൊക്കോ. അല്ലേ ഇങ്ങോട്ടൊന്ന് വന്നേടാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. മോനെ ക്ലാസ് തുടങ്ങാറായി. ഇപ്പം ഞാൻ നിങ്ങളെ വെറുതെ വിട്ടേക്കുക. പക്ഷേ നിങ്ങളെല്ലാം പറഞ്ഞേ പറ്റൂ. എടി നീ എന്തിനാ കരയണേ? ഏടാ എൻ്റെ കല്യാണം ഉറപ്പിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. അച്ഛനോടും അമ്മേനോടും പറഞ്ഞിട്ട് അവർ കേൾക്കണമില്ല. എനിക്ക് മനസ്സിലൊരാളെ വെച്ച് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ വയ്യ. നീ പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. എടിയുടെ ഒരു വഴിയില്ല. ഈ കല്യാണം എന്തായാലും നടക്കും. അങ്ങനെയാണ് ഞാൻ ചത്തു കളയും. ഇതേ പെണ്ണെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടല്ലേ. കാരണം എന്തെങ്കിലും ഒന്ന് പറയടാ. ഞാനിതിൽ എന്ത് പറയാനാടി? എടാ അവൻ എന്നൊന്ന് മനസ്സിലാക്കാത്ത. ഇത്രയും കാലം ഞാൻ അവൻ്റെ കൂടെ നിന്നിട്ട് അവന് ഇപ്പോഴും എൻ്റെ സ്നേഹം മനസ്സിലായില്ല. അതെന്താടാ അങ്ങനെ? നീ കരയണ്ട, ഞങ്ങൾ അവനോട് സംസാരിക്കാം. വേണ്ടടാ, നിങ്ങളാരും സംസാരിക്കണ്ട. ഞാനവിടെ നിന്ന് പോവാ. ആന്റിയാണല്ലോ വിളിക്കുന്നത്. ഹലോ മോനെ. ആ പറ ആന്റി. മോനെ ആരും അവിടെ ഉണ്ടോ? ഇല്ലല്ലോ ആന്റി. ആന്റി എന്താ ചോദിച്ചേ? മോനെ ആരും ഇതുവരെയായിട്ടും വീട്ടിൽ വന്നിട്ടില്ല. എനിക്കത് പേടിയാവുന്നു. നീ ഒന്ന് അന്വേഷിക്കുവോ? അവിടെ വീട്ടിലെത്തിയില്ലേ? രാവിലെ അവൾക്ക് കോളേജിൽ വെച്ച് വയ്യാന്ന് പറഞ്ഞ അവള് തിരിച്ചു പോന്നായിരുന്നു. അപ്പൊ തന്നെ ആണോ? എന്റെ മോളപ്പോ എവിടെ പോയി? ആന്റി പേടിക്കണ്ട, ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. ഹലോടാ, ഒരു പ്രശ്നമുണ്ട്. ആരുവിനെ കാണുന്നില്ല എന്ന്. അവൾ ഇതുവരെയായിട്ട് വീട്ടിൽ ചെന്നിട്ടില്ല. നിങ്ങളൊക്കെ ഒന്ന് വേഗം വാ. അയ്യോ അവളെവിടെ പോയി? അവളെവിടെ പോയി തപ്പണമെന്നൊരു പിടുത്തമില്ല. അവളാകെ മനസ്സ് വിഷമിച്ചല്ലേ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോന്നെ. എന്തായാലും നിങ്ങളൊന്ന് വേഗം വാ. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ആരുവിനെ കാണുന്നില്ല. മിണ്ടി പോവരുത് നീ ഒരുത്തം കാരണമാ. എടാ ഞാനതിനെന്ത് ചെയ്തിട്ടാ? നീ എന്താ ചെയ്തെന്ന് നിനക്കറിയില്ലേ? നീ ഒറ്റൊരുത്തം കാരണമാ. നീ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചായിരുന്നു ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. നീ ഇപ്പൊ കാണുന്ന അറിവിനായിരിക്കില്ല പിന്നെ കാണുന്നത്. അവളെനിക്ക് എന്റെ സ്വന്തം സഹോദരിയെ പോലെയാ. അവൾക്ക് എന്തെങ്കിലും പറ്റാൻ ഞാൻ സഹിക്കില്ല. ഞാനൊന്ന് പറയട്ടെ? വേണ്ട, ഇനി എനിക്കൊന്നും കേൾക്കണ്ട.